Hello guys, എൻ്റെ പേര് അരുൺ മാത്യു. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ റീസെന്റ് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഓവർ വാല്യൂഡ് അല്ലേ? ഒരു അണ്ടർ വാല്യൂ ആയ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ റീസെന്റ് ആയി വാങ്ങിച്ച അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിച്ചത്, ഞാൻ ഈ കമ്പനിയിൽ എത്ര ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ ഈ സ്റ്റോക്കിൽ കാണുന്ന ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്താണ്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ വാങ്ങിച്ച കമ്പനിയുടെ പേര് Enghouse Systems എന്നാണ്. ഈ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള 4 പ്രൊഡക്ട്സ് ആണുള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ Enghouse Interactive, അതായത് കോൾ സെന്റേഴ്സ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഏജൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. രണ്ടാമത്തത് Enghouse വീഡിയോ, അതായത് വീഡിയോ കോൺഫറൻസ്. ഇവർ മെയിൻ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ടെലി ഹെൽത്തിലും പിന്നെ ഫൈനാൻഷ്യൽ സെക്ടേഴ്സിലുമാണ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ Enghouse നെറ്റ്വർക്ക്സ്. ഇതിൻ്റെ അകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇവർ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ മെഷീൻ ലേണിംഗും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജീസും വെച്ചിട്ടാണ്. നാലാമത്തെന്ന് പറഞ്ഞാൽ Enghouse ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് പബ്ലിക് സേഫ്റ്റി. ഇതിൻ്റെ അകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്ലീറ്റ് സൊല്യൂഷൻ ആണ്. ഈ കാണുന്ന 4 പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ഈ കമ്പനി ഡീൽ ചെയ്യുന്നത്. ഇനി ഈ കമ്പനിയുടെ സ്റ്റോക്കിലേക്ക് നമുക്ക് നോക്കാം. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ $2.95 ബില്യൺ ആണ്. ഈ കമ്പനിയുടെ ട്രെയിലിംഗ് 12 മന്ത്സ് PE റേഷ്യോ എന്ന് പറയുന്നത് 30.80 ആണ്. ഈ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ ഫോർ ദ ലാസ്റ്റ് 12 ട്രെയിലിംഗ് മന്ത്സ് എന്ന് പറയുന്നത് $73 ആണ്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 64 സെന്റ്സ് ആണ്, അതായത് 1.20%. ഈ കമ്പനിയുടെ ട്രേഡിംഗ് വോളിയം വളരെ കുറവാണ്, അതായത് 144,000. ഈ കമ്പനിയുടെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 48.87. ഈ കമ്പനിയുടെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് $80.91 ആണ്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിച്ചതെന്ന് നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിച്ചത് ഈ കമ്പനിയുടെ Q2 റിസൾട്ട് ഈ കമ്പനി പബ്ലിഷ് ചെയ്തപ്പോഴാണ്. ഈ കമ്പനിയുടെ Q2 റിസൾട്ട് കമ്പനി കഴിഞ്ഞ ആഴ്ചയാണ് പബ്ലിഷ് ചെയ്തത്. ഈ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ ഓൾമോസ്റ്റ് 9% ഡൗൺ ആയി. അപ്പോഴാണ് ഞാൻ ഈ ഷെയർ വാങ്ങിച്ചത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ക്വാർട്ടറിലും ഈ കമ്പനിയുടെ EPS ഈ കമ്പനി മിസ് ചെയ്തു. ആദ്യത്തെ 2021 ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ എസ്റ്റിമേറ്റ് 40 സെന്റ്സ് ആയിരുന്നു, പക്ഷേ കമ്പനി അച്ചീവ് ചെയ്ത് 37 സെന്റ്സ് ആണ്. രണ്ടാമത്തെ ക്വാർട്ടറിൽ കമ്പനിയുടെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 44 സെന്റ്സ് ആണ്, പക്ഷെ കമ്പനി അച്ചീവ് ചെയ്ത് 37 സെന്റ്സ് ആണ്. അത് കാരണമാണ് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ Q2 റിസൾട്ട് ഒന്ന് കണ്ടുനോക്കാം. ഈ കാണുന്നതാണ് ഈ കമ്പനി റിലീസ് ചെയ്ത Q2 റിസൾട്ട്. Q2ൽ ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് $170 മില്യൺ ആയിരുന്നു. പക്ഷേ 2020 സെക്കൻഡ് ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ $140 മില്യൺ ഉണ്ടായിരുന്നു. ഈ കമ്പനിയുടെ റവന്യൂ ഓൾമോസ്റ്റ് 16% ആയിട്ട് കുറഞ്ഞു. ഈ കമ്പനിയുടെ റീസെന്റ് ക്വാർട്ടറിലെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ $20 മില്യൺ ആണ്. 2020 രണ്ടാമത്തെ ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ $27 മില്യൺ ആയിരുന്നു. 2020 സെക്കൻഡ് ക്വാർട്ടറിലെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് $50 മില്യൺ ആയിരുന്നു. പക്ഷേ റീസെന്റ് ക്വാർട്ടറിലെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് $42 മില്യൺ ആയി കുറഞ്ഞു. അതിലും ഒരു 14% ഡിക്രീസ് ആയിട്ടുണ്ട്. ഈ കാണുന്നത് കമ്പനിയുടെ 8 ക്വാർട്ടറിലെ ക്വാർട്ടർലി റിസൾട്ട് ആണ് ഈ കാണുന്നത്. ഇത് Q3 2019 മുതൽ Q2 2021 വരെയുണ്ട്. ഇവിടെ Q3ൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് $101 മില്യൺ ആണ്. പിന്നീട് അത് അടുത്ത ക്വാർട്ടറിലായപ്പോൾ ഓൾമോസ്റ്റ് 8 മില്യൺ കൂടി, അതായത് $109 മില്യൺ ആയി. പിന്നെ അടുത്ത ക്വാർട്ടറിലായപ്പോൾ അത് $110 മില്യൺ ആയി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കമ്പനിയുടെ സ്റ്റേബിൾ ഗ്രോത്ത്. പക്ഷേ അടുത്ത ക്വാർട്ടറിലായപ്പോൾ കമ്പനിയുടെ റവന്യൂ $140 മില്യൺ ആയി. എന്തുകൊണ്ടാണ് ഈ റവന്യൂ കൂടിയതെന്ന് കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റവന്യൂ ഫോർ ദ സെക്കൻഡ് ക്വാർട്ടർ വാസ് $117 മില്യൺ കമ്പയർഡ് ടു ദ റവന്യൂ ഓഫ് $140 മില്യൺ ഇൻ ദ പ്രയർ ഇയർ, ഇൻ വിച്ച് Enghouse recognized record revenue from its remote work and visual computing solution during the onset of COVID pandemic. This was driven primarily by significant increase in our video business that has now returned to the levels that are more consistent to the pre-COVID volumes. കമ്പനിയുടെ ഈ റവന്യൂ ഇൻക്രീസ്, അതായത് $110 മില്യൺ ടു $140 മില്യൺ ആയത് കോവിഡ് കാരണമാണ്. അതായത് കോവിഡ് തുടങ്ങിയപ്പോൾ കമ്പനിയുടെ വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ആയ വീഡിയോ ഒത്തിരി കമ്പനീസ് അഡോപ്റ്റ് ചെയ്തു. അത് കാരണമാണ് കമ്പനിയുടെ റവന്യൂ വളരെയധികം കൂടിയത്. പിന്നീട് അടുത്ത 4 ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ കുറയുവാണ് ചെയ്തത്. കമ്പനി പറയുന്നത് ഈ റവന്യൂ കുറയാൻ കാരണം കമ്പനി കോവിഡിന് മുമ്പുള്ള റവന്യൂവിലേക്ക് കമ്പനി തിരിച്ചു വരുന്നതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിങ്ങൾക്കിത് നോക്കിയറിയാം, കോവിഡിന് മുമ്പ് കമ്പനിയുടെ റവന്യൂ $110 മില്യൺ ആണ്. ഈ പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് $117 മില്യൺ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനിയുടെ പ്രീ കോവിഡ് ലെവലിലേക്ക് കമ്പനിയുടെ റവന്യൂ ഓൾറെഡി തിരിച്ചു വന്നു കഴിഞ്ഞു. അടുത്ത ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ റവന്യൂ കൂടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇനി എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും പിന്നെ ഫ്രീ ക്യാഷ് ഫ്ലോയും. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കാം. ഈ കമ്പനിയുടെ 2017 ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 83 മില്യൺ, 2018 അത് 98 മില്യൺ, 2019 അത് 81 മില്യൺ, പിന്നെ 2020 അത് 168 മില്യൺ, പിന്നെ ലാസ്റ്റ് 12 ട്രെയിലിംഗ് മന്ത്സ് അത് 150 മില്യൺ. പിന്നെ ഈ ഫ്രീ ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം 2017 അത് 80 മില്യൺ, പിന്നെ 2018 അത് 96 മില്യൺ, പിന്നെ അത് 2019 അത് 79 മില്യൺ, പിന്നെ 2020 അത് 165 മില്യൺ, പിന്നെ ലാസ്റ്റ് ട്രെയിലിംഗ് 12 മന്ത്സ് അത് 147 മില്യൺ. ഇനി ഇൻഫ്ലേഷൻ വന്നാൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഈ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത കമ്പനീസിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ കമ്പനീസിന് വളരെ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻഫ്ലേഷൻ വന്നാലും ഈ കമ്പനീസിന് പിടിച്ചു വെക്കാൻ പറ്റും. സോ ഈ കാണുന്ന ഇൻഹൗസിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ കിനാക്സിസ്, റിയൽ മാറ്റേഴ്സ്, ഓപ്പൺ ടെക്സ്റ്റ്, കോൺസ്റ്റലേഷൻ, പിന്നെ ഡിക്കാർഡ്സ്. ഈ കാണുന്നത് ഇൻഹൗസിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ചെയ്തത് ആപ്പിൾസ് ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. കാരണം ഇൻഹൗസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസും കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസും വളരെ ഡിഫറെന്റ് ആണ്. നമ്മളിവിടെ നോക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഹൗസിന്റെ ക്യാഷ് ഓൺ ഹാൻഡ് ആണ്. ഇൻഹൗസിന് ക്യാഷ് ഓൺ ഹാൻഡ് $165 മില്യൺ ഉണ്ട്. പക്ഷെ അവരുടെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $33 മില്യൺ ഉള്ളൂ. പിന്നെ അവരുടെ കറന്റ് റേഷ്യോ അതായത് 1.36, അത് വളരെ നല്ലൊരു കറന്റ് റേഷ്യോ ആണ്. പിന്നെ അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.08. ഇത് വളരെ നല്ലൊരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. കാരണം ഡെറ്റ് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു ദെയർ ഇക്വിറ്റി. പിന്നെ അടുത്ത പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് മാർജിനും. ഈ കാണുന്ന കോമ്പറ്റീറ്റേഴ്സിൽ ഏറ്റവും നല്ല പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് മാർജിനും ഉള്ള ഒരു കമ്പനിയാണ് ഇൻഹൗസ്. ഇൻഹൗസിന്റെ 20.95 ഓൺ ചെയ്തേക്കുന്ന ഈ കമ്പനിയിലുള്ള ഇൻസൈഡേഴ്സ് ആണ്. ഈ കമ്പനിയുടെ 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ $48 ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ കമ്പനി ഏറ്റവും ലോയിൽ വന്ന് $48 ആണ്. സോ അതിന്റെ അടുത്ത് തന്നെ എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 31%. അതായത് ഈ കമ്പനി 31% മാത്രമേ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി 69% ഈ കമ്പനിയിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 13%. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഇൻഹൗസ് അവരുടെ ഡിവിഡൻസ് എല്ലാ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2014 അവരുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 19 സെന്റ് ആയിരുന്നു. പിന്നെ അത് 23 സെന്റ് ആയി, പിന്നെ അത് 27 സെന്റ് ആയി, പിന്നെ 31 സെന്റ് ആയി, പിന്നെ 35, 51, 52, പിന്നെ റീസെന്റ് അത് 53 സെന്റ് ആയി നിൽക്കുന്നു. സോ എല്ലാ വർഷവും അവരുടെ ഡിവിഡൻസ് അവർ 13% കൂട്ടുന്നുണ്ട്. ഞാൻ ഇൻഹൗസിന്റെ 25 ഷെയർ ആണ് വാങ്ങിച്ചത്. ഇതിന്റെ ആവറേജ് പ്രൈസ് വന്നിരിക്കുന്നത് $50.43 ആണ്. ഞാൻ ഇപ്പോൾ ഈ പൊസിഷനിൽ $83 അപ്പാണ്. സോ ഇൻ സമ്മറി, ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങാൻ കാരണം ഈ കമ്പനിക്ക് വളരെ നല്ലൊരു ക്യാഷ് പൊസിഷൻ ഉണ്ട്. ഈ കമ്പനിയുടെ ഡെറ്റ് വളരെ കുറവാണ്. ഈ കമ്പനിക്ക് വളരെ നല്ല പ്രോഫിറ്റ് മാർജിനും പിന്നെ ഓപ്പറേറ്റിംഗ് മാർജിനും ഉണ്ട്. പിന്നെ ആഫ്റ്റർ ഓൾ ഈ കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടാണ്. പിന്നെ ഈ കമ്പനിയുടെ ഓവറോൾ റവന്യൂ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കമ്പനിയുടെ ഡിവിഡൻഡ് കമ്പനി എല്ലാ വർഷവും ആവറേജ് 13% കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം. അതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബി കൈൻഡ്.